ഹിന്ദുവേട്ടയുടെ മറ്റൊരു ഇര. ഭാരതം കുതിക്കാതെ ഇരിക്കാൻ നമ്പിനാരായണൻ സാർ എന്ന നിരപരാധിയെ ഇരയാക്കി. പൗരത്വ ബില്ലിന് അനുകൂലമായി സംസാരിച്ച ശേഷം ഹാലൂസിനേഷൻ അടക്കമുള്ള പ്രശ്നങ്ങൾ ഉള്ള ഒരു വാദിയാണെന്ന് റെക്കോർഡുള്ള ആളുടെ വാക്കിന്റെ പുറത്ത് പാലത്തായിലെ BJP നേതാവായ അധ്യാപകനെ വ്യക്തിഹത്യയിലൂടെ ജീവനോടൊക്കുന്നു. കാഞ്ചനമാരെ മൊയ്തീന്റെ ആരാധകരാക്കുന്ന മട്ടാഞ്ചേരി മാഫിയയുടെ കണ്ണിലെ കരടായ ചന്ദനക്കുറി തൊട്ട നടനെ ഒതുക്കാൻ ഒരു അതിജീവിതയെ യഥാർത്ഥത്തിൽ ആക്രമിച്ച പ്രതികൾ പോലും ഇപ്പോൾ സുരക്ഷിതരാകുന്ന അവസ്ഥ ഇതാണ്. ഇത് കേരളമാണോ പാകിസ്ഥാനാണോ എന്നതിൽ മാത്രമേ ഇപ്പൊ സംശയമുള്ളൂ. ഞാൻ വായിച്ചത് ഇപ്പൊ നമ്മുടെ സംഘപരിവാർ ഹാൻഡിലുകളിൽ ഇന്ന് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തി വിധി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഉയർന്നു വരുന്ന സംഘപരിവാർ ഹാൻഡിലുകളിൽ വരുന്ന ചില പോസ്റ്റുകളാണ്. ഞാൻ ആളെ പേരൊന്നും ഇവിടെ കൊടുക്കുന്നില്ല. ആ ചില പോസ്റ്റുകൾ പറയുന്നത് ദിലീപ് ഹിന്ദു ആയതുകൊണ്ട് മട്ടാഞ്ചേരി മാഫിയ ദിലീപിനെ കുരുക്കി എന്നാണ് പറയുന്നത്. മറ്റൊരു പോസ്റ്റിൽ ഇപ്പൊ ഞാൻ കണ്ടത് രാഹുൽ മാങ്കൂട്ടം ഹിന്ദു ആയതുകൊണ്ട് രാഹുലിനെ കുടുക്കിയത് മുസ്ലിമായ ഷാഫി പറമ്പിലാണെന്നാണ് ഇപ്പോ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഹിന്ദു വേട്ട കേരളത്തിൽ ഇങ്ങനെ തുടരുകയാണ് എന്ന് സംഘപരിവാർ ഹാൻഡിലുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിലീപിനെ കുരുക്കിയ അതിജീവിത ഹിന്ദു അല്ല, മുസ്ലിമാണ്. ദിലീപിനെതിരെ മൊഴി നൽകിയ മഞ്ജു വാര്യർ മുസ്ലിമാണ്. ദിലീപിനെതിരെ മൊഴി നൽകിയ കുഞ്ചാക്കോ ബോബൻ മുസ്ലിമാണ്. ദിലീപിനെതിരെ മൊഴി നൽകിയ ബാലചന്ദ്ര മേനോൻ എന്ന് പറയുന്ന മരിച്ചുപോയ സംവിധായകൻ മുസ്ലിമാണ്. ദിലീപിനെതിരെ ഈ പറയുന്ന അന്വേഷണങ്ങൾ നടത്തിയ ബി സന്ധ്യയും സന്ധ്യയുടെ അന്വേഷണ ടീമും എല്ലാവരും മുസ്ലിമാണ്. ചുരുക്കി പറഞ്ഞാൽ ദിലീപിനെ കുടുക്കാനും ദിലീപിനെ കുറ്റക്കാരനാക്കാനും എല്ലാ ഗൂഢാലോചനകളും നടത്തിയ ഈ മുസ്ലിമായ അതിജീവിതയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരായ ബി സന്ധ്യ അടങ്ങുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരായ മുസ്ലിങ്ങളാണ്. ബാലചന്ദ്ര മേനോനും കുഞ്ചാക്കോ ബോബനും അടങ്ങുന്ന മഞ്ജു വാര്യർ അടങ്ങുന്ന മുസ്ലിങ്ങളായ മൊഴി നൽകിയ ആളുകളാണ് ദിലീപിനെ കുരുക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്ന് സംഘപരിവാർ ഹാൻഡിലുകൾ പറഞ്ഞു വെക്കുന്നതോടൊപ്പം മറ്റൊരു വാദം കൂടി അവർ പറഞ്ഞു വെക്കുകയാണ്. കോൺഗ്രസുകാരനായിട്ടുള്ള പാലക്കാടിന്റെ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം, അതായത് ഇടയ്ക്കിടെ ശബരിമലയിൽ അയ്യനെ പോയി കണ്ടു വണങ്ങി, അയ്യനെ നമസ്കരിച്ച്, അയ്യന്റെ മുന്നിൽ സാഷ്ടാംഗം നമിച്ച്, അയ്യന്റെ മുന്നിൽ തൊഴുത് പ്രാർത്ഥിച്ച് ഇറങ്ങി വരുന്ന ഹിന്ദുവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ കുരുക്കിയത് മുസ്ലിമായ ഷാഫി പറമ്പിലാണെന്നാണ് സംഘപരിവാറുകാർ പറഞ്ഞു വെക്കുന്നത്. അപ്പോ കുറെ ആൾക്കാർ ചോദിച്ചു, അതെങ്ങനെയാ ശരിയാകുക? രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയതും രാഹുലിനെ വിജയിപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചതും ഷാഫി പറമ്പിലല്ലേ എന്ന് ചോദിച്ചപ്പോ പറയുന്നത് അല്ല, ഷാഫി കട്ടപ്പയാണ്. ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയെ പോലെ ഷാഫി പറമ്പിൽ ഹിന്ദുക്കളെ അഭിമാനിക്കുവാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പ്രശസ്തി ഉണ്ടാക്കി കൊടുത്തിട്ട് ആ പ്രശസ്തിയിൽ നിൽക്കുമ്പോ രാഹുലിനെ കുത്തി വീഴ്ത്തണം എന്നുള്ളതായിരുന്നു ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മുസ്ലിമായ ഷാഫി പറമ്പിലിന്റെ ആഗ്രഹം. അത് അയാൾ ചെയ്തു എന്നാണ് ഇപ്പൊ സംഘപരിവാർ ഹാൻഡിലുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ നായ്ക്കൾക്കൊന്നും വേറെ ഒരു പണിയുമില്ല. തീട്ടം കണ്ടാൽ അത് മുസ്ലിമിൻ്റെതാണോ, അത് ഹിന്ദുവിൻ്റെതാണോ, അത് ക്രൈസ്തവൻ്റെതാണോ എന്ന് കൈയിട്ട് നോക്കി ഇങ്ങനെ ചികഞ്ഞിട്ട് അത് വായിലിട്ട് നോക്കിയിട്ട് രുചിച്ചിട്ട് പറയും ഇത് മുസ്ലിമിന്റെ തീട്ടമാണെന്ന്. അങ്ങനത്തെ ആളുകള് ഇപ്പൊ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഹിന്ദു ആയതുകൊണ്ട്, ശബരിമലയിൽ അയ്യനെ പോയി കണ്ട് വണങ്ങി വരുന്ന ഹിന്ദു ആയതുകൊണ്ട്, അമ്പലങ്ങളിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുന്ന ഹിന്ദു ആയതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മുസ്ലിം കുരുക്കി, ഇരയാക്കി, വേട്ടയാടി എന്നാണ് പറയുന്നത്. അതിന് വേണ്ട ഒത്താശയും സഹായങ്ങളും ചെയ്തു കൊടുത്തത് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഹിന്ദുവിനെ വേട്ടയാടാൻ
എല്ലാവിധ ഒത്താശകളും ഈ പറയുന്ന സഹായങ്ങളും മുസ്ലിമായ ഷാഫി പറമ്പിൽ ചെയ്തു കൊടുത്തത് ഈ ക്രിസ്ത്യനായ സണ്ണി ജോസഫും അതുപോലെ വെൽഫെയർ പാർട്ടിക്കാരനായ വി ഡി സതീശനും ചേർന്നുള്ള ഒരു കൂട്ടുകച്ചവടമാണ് ഇതെന്നാണ് സംഘപരിവാർ ഹാൻഡിലുകൾ പറയുന്നത്. ദിലീപിനെ ആക്രമിച്ചതും എന്ന് പറഞ്ഞ ചന്ദനക്കുറി തൊടുന്ന ദിലീപിനെ വേട്ടയാടിയത് ഹിന്ദു ആയതുകൊണ്ട് മട്ടാഞ്ചേരി മാഫിയയാണ് എന്ന് പറയുന്നത്. കുഞ്ചാക്ക ബോബനും മഞ്ജു വാര്യരും ബാലചന്ദ്ര മേനോനും ബി സന്ധ്യ അടങ്ങുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ മുസ്ലിമാണെന്നാണ് പറയുന്നത്. അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കിയത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മുസ്ലിമിന്റെ നേതൃത്വത്തിലാണ്. അതിന് ക്രിസ്ത്യാനിയായ സണ്ണി ജോസഫും വെൽഫെയർ പാർട്ടിക്കാരനായ വി ഡി സതീശനും സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് സംഘപരിവാർ ഹാൻഡിലുകൾ പ്രചരിപ്പിക്കുന്നു. ചുരുക്കി പറഞ്ഞാല് വലിയ അസ്വസ്ഥതകൾ സംഘപരിവാർ ഹാൻഡിലുകൾക്ക് ഇപ്പൊ ഉണ്ടാവുകയാണ്. എന്താണ് അസ്വസ്ഥത? അസ്വസ്ഥത എന്ന് പറഞ്ഞാല് കേരളത്തിന്റെ മണ്ണില് കാല് കുത്താൻ കഴിയില്ല എന്ന് മനസ്സിലായതോടുകൂടി തദ്ദേശ തെരഞ്ഞെടുപ്പില് എനിക്ക് തോന്നുന്നു 8000-ലധികം വരുന്ന വാർഡുകളിലും ഡിവിഷനുകളിലും ഒക്കെ ആയിട്ട് ഈ പറയുന്ന സ്ഥാനാർത്ഥിയാകാൻ ആളില്ലാത്ത BJP സംഘപരിവാർ അവർക്ക് കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചു കൂട്ടണം. അതിനു വേണ്ടിയിട്ട് മാക്സിമം വിഷങ്ങൾ ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിന് എന്തെങ്കിലും കേസുകൾ വന്നാല്, എന്തെങ്കിലും പീഡനങ്ങൾ വന്നാല്, എന്തെങ്കിലും അടിപിടി വന്നാല്, കൊലപാതകം വന്നാല് എല്ലാം ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് വർഗീയമായി വേർതിരിക്കുവാനുള്ള ശ്രമം. ഏറ്റവും ഒടുവിലായിട്ട് ഇപ്പൊ പറയുന്നത് ദിലീപിനെ കുടുക്കിയത് മട്ടാഞ്ചേരി മാഫിയാണെന്നും ഹിന്ദുവായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇരയാക്കിയത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മുസ്ലിം ആണെന്നുമാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് ഇവര് ഈ ഇന്ത്യയിൽ കേരളം വിട്ടുള്ള എല്ലായിടത്തും പയറ്റി തെളിഞ്ഞ ഒരു കാര്യമാണ്. അതിപ്പോ അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ കേരളത്തിൽ കൊണ്ടുവന്ന് പൊട്ടിക്കുന്നു എന്ന് മാത്രമാണുള്ളത്. ഇന്നലെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വോട്ട് കൊള്ളയടിച്ച് MP ആയ വോട്ട് കള്ളൻ സുരേഷ് ഗോപി, ആ കാട്ടുകള്ളൻ സുരേഷ് ഗോപി ഇന്നലെ പറയുന്നത് കേട്ടു, ഈ ഇന്ത്യ രാജ്യത്ത് താമര വിരിയുന്നത് ഈ രാജ്യത്ത് ചെളിയുള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്. അങ്ങനെ താമര വിരിയുന്നത് ചെളിയുള്ളത് കൊണ്ടാണ്. അതിനുള്ള തെളിവാണ് നമ്മുടെ ഉത്തരേന്ത്യ. അവിടെ ജനങ്ങളുടെ തലയിൽ ചെളിയാണ്. അതുകൊണ്ട് തന്നെ ആ ചെളിയിൽ നല്ല ഫലഭൂഷ്ടമായിട്ട് താമര വിരിയുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ അത് വിരിയാത്തതിനും കാരണം ഈ ചെളി തന്നെയാണ്. കാരണം ഇവിടെ കേരളത്തില് ഈ മനുഷ്യന്മാരുടെ തലയിൽ ചളിയല്ല ഉള്ളത്, അതിന് പകരം തലച്ചോറാണുള്ളത്. അവർ കഴിക്കുന്നത് ചാണകമല്ല, അവർ കുടിക്കുന്നത് ഗോമൂത്രമല്ല. അതുകൊണ്ട് അവർ കഴിക്കുന്നത് അരിയാഹാരമാണ്. അതുകൊണ്ട് ഈ വർഗീയതക്ക് ഇവിടെ വളക്കൂറിലെ മണ്ണല്ല കേരളത്തിന്റെ മണ്ണ് എന്നുള്ളത് കേരളം വീണ്ടും 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 തെളിയിച്ചു കൊണ്ടേയിരിക്കുക. അപ്പൊ അതിനിടയിൽ ചില വോട്ട് കൊള്ളകളും തിരികെ കയറ്റലുകളും കാസർഗോഡും തിരുവനന്തപുരത്തും കൊല്ലത്തും മലപ്പുറത്തും വയനാട്ടിലും കണ്ണൂരും ഒക്കെയുള്ള സംഘപരിവാറുകാരെ തൃശ്ശൂരിൽ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ചിട്ട് അത് അവിടുത്തെ തൃശ്ശൂരുകാരെ വോട്ടാക്കി മാറ്റിയിട്ട് അങ്ങനെ വിജയിച്ചു കയറിയപ്പോ ഗോപി അണ്ണൻ കരുതി ഇവിടെയും താമര വിരിയുമെന്ന്. ഇല്ല അണ്ണ, അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ 8 നിലയിൽ പൊട്ടുമെന്നുള്ള കാര്യത്തില് ഒരു തർക്കവും നിങ്ങൾക്ക് ആർക്കും വേണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് സംഘപരിവാർ ഹാൻഡിലുകൾ, സംഘപരിവാർ കേന്ദ്രങ്ങൾ, RSSകാര്, BJPയുടെ സംഘി കുട്ടന്മാര്, ചാണക സംഘികള് വല്ലാത്ത വേവലാതിയിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു പരിപ്പും കേരളത്തിൽ വേവുന്നില്ല. അങ്ങനെ കേരളത്തിൽ ഒരു പരിപ്പും വേവാത്തത് കാണുമ്പോ വർഗീയതയുടെ പരിപ്പറക്കി നോക്കുകയാണ് സംഘപരിവാർ ഹാൻഡിലുകൾ കേരളത്തിൽ ചെയ്യും. അതിനു വേണ്ടിയിട്ട് മാക്സിമം ഈ രാജ്യത്ത് ഈ കേരളത്തിൽ ഉണ്ടാവുന്ന എല്ലാ സംഭവങ്ങളെയും അത് വർഗീയപരമായിട്ട്, ജാതീയപരമായിട്ട്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് ഉണ്ടാക്കിയെടുക്കുകയും അതിന്റെ പേരിൽ നുണകൾ പ്രചരിപ്പിക്കുകയും പച്ച നുണ പ്രചരിപ്പിക്കുകയും ചെയ്യുക. അല്ലെങ്കിലും ഇവരുടെ പണി അതാണല്ലോ. നുണകൾ പ്രചരിപ്പിക്കുക, സത്യങ്ങൾ മറച്ചു വെക്കുക, വളച്ചൊടിക്കുക, പച്ച നുണകളുടെ ഫാക്ടറികൾ നടത്തുന്ന തലവന്മാരാണ് ഇവരൊക്കെ. അപ്പോ നുണകൾ മാത്രം കെട്ടിപ്പൊക്കിയ, നുണകളാൽ മാത്രം കൂമ്പാരം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം. ആ നുണകളുടെ ഫാക്ടറി ആദ്യം ആരംഭിക്കുന്നത് ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവിന്റെ നെഞ്ചത്തേക്ക് വെടിയുണ്ട പായിച്ചിട്ടാണ് ആദ്യം തന്നെ ഈ പറയുന്ന നുണകളുടെ ഫാക്ടറിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്.
എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് വിദ്വേഷത്തിന്റെ, വിഷത്തിന്റെ, വർഗീയതയുടെ, വിഭജനത്തിന്റെ എല്ലാത്തിന്റെയും വക്താക്കൾ ഇവര് മാത്രമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ ഇവിടുത്തെ സംഘപരിവാറുകാരനാണ്, ഇവിടുത്തെ RSSകാരനാണ്, ഇവിടുത്തെ BJP കാരനാണ് എന്ന് ഞാൻ ആവർത്തിച്ച് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഈ രാജ്യത്തെ ഒറ്റുകൊടുത്തവരാണിവർ. സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുത്തവർ, മാപ്പെഴുതി കൊടുത്തവർ, ബ്രിട്ടീഷുകാരന്റെ കാല് നാക്കി കൊടുത്തവർ. ആ കൂട്ടര് ഇന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഹിന്ദു ആയതുകൊണ്ട്, ശബരിമലയിൽ പോയി അയ്യനെ തൊഴുതുന്ന വ്യക്തിയായതുകൊണ്ട്, മുസ്ലിമായ ഷാഫി പറമ്പില് രാഹുലിനെ വേട്ടയാടി ഹിന്ദു വേട്ട തുടരുകയാണ് എന്നാണ് പറയുന്നത്. ആ ഹിന്ദു വേട്ടയുടെ മറ്റൊരു ഇരയാണ് ദിലീപ് എന്ന് പറയുന്നത്. ദിലീപിനെ മട്ടാഞ്ചേരി മാഫിയ വേട്ടയാടി അതിന് മുസ്ലിമായ മഞ്ജു വാര്യറും കുഞ്ചാക്കോ ബോബനും പൃഥ്വിരാജും സന്ധ്യ അടങ്ങുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരും ഒക്കെ അതിന് കൂട്ടുനിന്നു എന്നാണ് പറയുന്നത്. രാഹുലിനെ വേട്ടയാടാൻ ക്രിസ്ത്യാനിയായ സണ്ണി ജോസഫും വെൽഫെയർ പാർട്ടിക്കാരനായ VD സതീശനും അതിന് കൂട്ടുനിന്നു എന്നാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ രാജ്യത്ത് ഇവർക്ക് കാല് കുത്താൻ ഇടമില്ലെന്ന് കണ്ടെത്തിയ കേരളത്തില് അവിടെയും വർഗീയതയുടെ വിഷത്തിന്റെ വിത്തുകൾ, വർഗീയതയുടെ വിഷവിത്തുകൾ പായിക്കൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ചിത്രതകൾ ഉണ്ടാക്കി അവർക്കിടയിൽ ജാതീയതയുടെ, മതത്തിന്റെ പേരുള്ള വേർതിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് കാലൂതുവാനുള്ള ശ്രമങ്ങളാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഇത്തരത്തിലുള്ള സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നുള്ള പ്രതികരണങ്ങളും നമ്മളെ ഞെട്ടിക്കുന്നത് എന്നുള്ളതാണ്.